ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മ്യൂസിയമാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണും. ഇത് സഫ്ദർജംഗ് റോഡ്. ഇത് ന്യൂഡൽഹിയിലെ ഒരു പ്രധാന റോഡാണ്. 18-ാം നൂറ്റാണ്ടിലെ സഫ്ദർജംഗിന്റെ ശവകുടീരത്തിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഈ റോഡ് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മ്യൂസിയമാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ്. ഡൽഹിയിലുള്ള ഇതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് കയറുകയാണ്. ഇവിടെ നമ്മുടെ ബോഡി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്ത്രീകൾക്ക് വരെ പുരുഷന്മാർക്ക് വരെ. പിന്നെ അങ്ങനെ അങ്ങോട്ട് നടന്നു പോവുക. ഇതാണ് ഇന്ദിരാഗാന്ധിയുടെ താമസിച്ചിരുന്ന വീട്. അപ്പോൾ വീട് ഇപ്പോൾ ഒരു മ്യൂസിയം ആക്കിയിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്കങ്ങനെ കറങ്ങി കാണാം അതിൻ്റെ അകത്ത്. അപ്പോൾ ഇനി അങ്ങനെ നിങ്ങളും എൻ്റെ ഒപ്പം പിന്നാലെ പോരുക. അപ്പോൾ ബാക്കി കൂടുതൽ വിവരങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്തുനിന്ന് വിശദീകരിച്ച് പറയുന്നുണ്ട്. രാവിലെ 9:30 മുതൽ 4:45 വരെയാണ് ഇതിൻ്റെ സമയം. എല്ലാ തിങ്കളാഴ്ച ലീവാണ്. ഡൽഹിയിൽ പൊതുവെ തിങ്കളാഴ്ചകൾ ലീവാണ്. അപ്പോൾ ഇവിടെ കുറേ പത്രത്തിൻ്റെ കുറേ കട്ടിങ്ങുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കിങ്ങനെ വെറും പ്രിൻ്റ് ചെയ്തിട്ട് സ്കാൻ ചെയ്ത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നും അങ്ങനെ കാണാം. മൊത്തം ഇന്ദിരാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. ഞാൻ ഇവിടെ മുമ്പ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു 5 വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ. ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചിരുന്ന സാരി, ബാഗ്, ചെരുപ്പ്, അങ്ങനെ സകല സാധനങ്ങളും നമ്മുടെ പഴയ പ്രധാനമന്ത്രി ഉപയോഗിച്ചിരുന്ന എല്ലാ ഇതാണ് ഇവിടെ. പിന്നെ ഇതിൻ്റെ ഇവരെ വീട് ഒക്കെ മുമ്പുള്ള അതേപോലെ തന്നെ ഇവിടെ ചെറിയ പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കുറേ മോഡലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അല്ലാണ്ട് ബിൽഡിങ്ങൊക്കെ അത് തന്നെയാണ്, അതിൻ്റെ ഉള്ളിലുള്ള ചില ചേഞ്ചസ് വരുത്തിയിരിക്കുന്നുള്ളൂ. അപ്പോൾ അതങ്ങനെ നമുക്കങ്ങനെ കറങ്ങി അങ്ങനെ കാണാം. ഇവിടെ കംപ്ലീറ്റ് പത്രത്താളുകളാണ്. നമ്മുടെ മാതൃഭൂമിൻ്റെ ന്യൂസാണ് ഇതിൽ കാണാനുള്ളത്. വേറെ പത്രങ്ങളൊന്നും ഇതിൽ കാണുന്നില്ല.
ഇന്ദിരാഗാന്ധിക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങളും എല്ലാതും ഒക്കെ ഇവിടെ ഉണ്ട്. ഒക്കെ ഗ്ലാസ്സിനുള്ളിലാക്കി വെച്ചേക്കുന്നത്. അതേതായാലും നന്നായി, അല്ലെങ്കിൽ ജനങ്ങളെ തൊട്ടിട്ട് തുമ്പില്ലാതാക്കും. ഇന്ത്യയിലെ ആദ്യത്തെയും ഏക വനിതാ പ്രധാനമന്ത്രിയായാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി. അവരെ സ്മരണക്കായിട്ടാണ് ഈ ഒരു മ്യൂസിയം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഗാന്ധി കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്നത് ഈ കെട്ടിടത്തിലായിരുന്നു അവർ. ഇവിടെ ഒരു സ്റ്റഡി എന്ന ബോർഡുണ്ട്. ഇവിടെ പുള്ളിക്കാരത്തിയുടെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഒരു ലൈബ്രറി മോഡലിൽ കംപ്ലീറ്റ് ഒരു ഓഫീസ് സെറ്റപ്പും കൂട്ടത്തിൽ കൂടി ഉണ്ട്. ഇവിടെ കുറേ പുസ്തകങ്ങളും ചുമരുമ്പിലൊക്കെ കുറേ ഫോട്ടോകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു ചെറിയ ചാരുകസാര മോഡൽ അതുണ്ട്. 1984 ഒക്ടോബർ 31 രാവിലെ 9:30 ഇവിടുത്തെ ഇതിൻ്റെ പുറത്ത് ഭാഗം വെച്ചിട്ട് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചിട്ടുള്ളത്. ജർണയിൽ സിംഗ് ഭിന്ദ്രൻവാലയെയും അവരെ അനുയായികളെയും പഞ്ചാബിലെ ഗോൾഡൻ ടെമ്പിൾ ഉണ്ട്, അവിടുന്ന് നീക്കം ചെയ്യാൻ 1984 ജൂൺ 1-നും 8-നും ഇടയിൽ ഇന്ദിരാഗാന്ധി ഉത്തരവിട്ടിരുന്നു. ഇന്ത്യൻ സൈനിക നടപടിയായ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ അതവിടെ നടത്തിയിരുന്നു. അതിൻ്റെ ഒരു പ്രതിഷേധമായിട്ടാണ് ഈ സിഖ് അംഗരക്ഷകരാൽ ഇവർ കൊല്ലപ്പെട്ടത്. സ്വാന്ത് സിംഗ് ബിയാന്ത് സിംഗ് എന്നാണ് ആരുടെ പേര്. അന്ന് ഈ വിശുദ്ധ ക്ഷേത്രത്തിന്മേലുള്ള സൈനിക നടപടി ഇന്ത്യക്കകത്തും പുറത്തും വിമർശിക്കപ്പെട്ടിരുന്നു. അന്ന് 1984 ആ സിഖ് വിരുദ്ധ കലാപത്തിൽ പഞ്ചാബിലുള്ള ഒരു 40ഓളം ചരിത്രപരമായ ഗുരുദ്വാരകൾ നശിപ്പിച്ചിരുന്നു. രാജീവ് ഗാന്ധി പൈലറ്റായിരുന്നല്ലോ, അപ്പം അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ലൈസൻസും കാര്യങ്ങളും അതൊക്കെ ഉണ്ട്. ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഈ കാണുന്നത് അതാണ് തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന് പൈലറ്റ് ലൈസൻസ് ഉള്ള ആളായിരുന്നില്ലേ. രാജീവ് ഗാന്ധി ധരിച്ചിരുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഈ ഗ്ലാസ്സിനുള്ളിലാക്കി വെച്ചിട്ടുള്ളത്. ഇവിടുന്ന് പുറത്തേക്കൊരു വാതിലുണ്ട്. അപ്പം ഇതിലെ അങ്ങനെ ഇനി പുറത്തേക്ക് കിടക്കുക. ഇതൊരു റാമ്പ് മോഡൽ അങ്ങനെ താഴേക്ക് അങ്ങനെ ഇറങ്ങി വരിക. ഇവിടെയാണ് പുള്ളിക്കാരത്തിയുടെ ബെഡ്റൂം ഉള്ളത്. പൂജാ റൂമും അതിൻ്റെ അടുത്ത് തന്നെയാണ്. ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പൂജാ റൂം. 1984 നടന്ന ആ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൽ
ഏകദേശം ഒരു 5000-ഓളം നിരപരാധികളായ തീർത്ഥാടകർ കൊല്ലപ്പെട്ടിരുന്നു. അതിൽ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 700-ഓളം സൈന്യങ്ങളും മരിച്ചിരുന്നു. അതിലൊരു 80 മുതൽ 200 വരെയുള്ള തീവ്രവാദികളും മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് കണക്കുള്ളത് അന്നത്തെ. ഇനി ഇവിടുന്ന് പുറത്തേക്ക് അങ്ങോട്ട് കിടക്കാം. മുമ്പ് ഇവിടെ ഒരു ചെറിയൊരു റൂമുണ്ടായിരുന്നു. ഒരു ചെറിയ മിനി ടെലിവിഷനൊക്കെ വെച്ചിട്ട് ഇന്ദിരാഗാന്ധിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇത് ബെഡ്റൂമിൻ്റെ ഒരു വേറെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. ഒക്കെ ഗ്ലാസ്സിൽ ഇട്ട് മൂടിയിരിക്കുന്നത്. ഇപ്പോൾ ആ ടി വി റൂം കാണുന്നില്ല. ഇത് ഡ്രോയിങ് റൂമാണ് ഈ കാണുന്നത്. കുറേ കസേരകളും കുറച്ച് ബുക്കുകളും കാര്യങ്ങളും സോഫയും ഒക്കെ ഉണ്ട് ഇവിടെ ഇതിൻ്റെ അകത്ത്. ഇതൊക്കെ പഴയ തന്നെ. വലിയൊരു കാർപ്പറ്റിൽ ഇന്ദിരാഗാന്ധിൻ്റെ ചിത്രം വരച്ചിട്ടില്ല. അത് മുമ്പേ ഉണ്ട്. ഇത് അതേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നത്. അത് ഇത് ഡൈനിങ് റൂമാണ് ഈ കാണുന്നത്. കുറേ കസേരയും ടേബിളൊക്കെ വെച്ചിട്ടുള്ള ഡൈനിങ് റൂം. അപ്പോൾ മ്യൂസിയത്തിൻ്റെ അകത്തുള്ള പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ പുറത്തേക്ക് കിടക്കുകയാണ്. ഇനി പുറത്ത് നമ്മൾ ഇന്ദിരാഗാന്ധി പിന്നെ വെടിയുണ്ട സ്ഥലവും ഒക്കെ കാണാം. ഇവിടെ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലെങ്ങനെ അങ്ങോട്ടേക്ക് പോവുക. ഇവിടെ പോലീസ് സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പുറത്തന്നെ. ഉള്ളിലുണ്ട്. ഉള്ളിലെന്ന് പറഞ്ഞാൽ ഈ ഗേറ്റിൻ്റെ അവിടെയും പിന്നെ അങ്ങോട്ട് കയറി വന്നിട്ട് അതിൻ്റെ ഔട്ട് ഭാഗത്തും. ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ആരും സെക്യൂരിറ്റി ഒന്നും കാണാനില്ല. ഇത് ഇന്ദിരാഗാന്ധിൻ്റെ വീട്. ആ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് അവിടെയാണ് ഓഫീസുള്ളത്. ആ ഓഫീസിൽ പോകുന്ന വഴിയിലാണ് വെടിയുണ്ട് മരിച്ചത്. അപ്പോൾ ആ ഒരു ഭാഗം കാണാൻ പറ്റും. ഇങ്ങനെ എന്നിട്ട് ഈ ഒരു ഗ്ലാസ് പോയിന്റ് ഉണ്ട്. ഈ ഗ്ലാസ് പോയിന്റിൽ ഇങ്ങനെ പോയിട്ട് അവിടെ അതേ കണ്ട ആ ഒരു ഗ്ലാസ് ഉണ്ടല്ലേ, ഇവിടുന്നാണ് വെടിയുണ്ട് മരിച്ചത്. ഇതാണ് ഇന്ദിരാഗാന്ധിയുടെ ഓഫീസ്. ഈ ഓഫീസിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു കഴിഞ്ഞ് ഇവിടുന്നാണ് സംഭവം. ഈ ഒരു ഭാഗത്തുനിന്നാണ് വെടിയുണ്ട് മരിച്ചത്. അന്ന് 1984 ഒക്ടോബർ 31 പിന്നെ ഐറിഷ് ടെലിവിഷന് വേണ്ടിയിട്ട് ഒരു ഡോക്യുമെൻ്ററി ചിത്രീകരിക്കുന്ന ബ്രിട്ടീഷ് നടനെ പീറ്റർ ഉസ്റ്റിനോവിനെ അഭിമുഖം ചെയ്യാൻ വേണ്ടി ഗാന്ധി പോകുകയായിരുന്നു. ഒപ്പം ഗാന്ധിജിൻ്റെ ഒപ്പം കോൺസ്റ്റബിൾ നാരായൺ സിംഗ് ഉണ്ട്, പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ രാമേശ്വർ ദയാലുണ്ട്, പിന്നെ ഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറിയായ RK ധവാനും ഒക്കെ അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അന്ന് വെടിവെച്ചതിൽ ഒരാൾ അവിടെ നിന്ന് തന്നെ വെടിവെച്ച് കൊന്നിരുന്ന്, മറ്റേ ആൾ 1989 തൂക്കിലേറ്റിയിട്ടുണ്ട്. ഇതാണ് മ്യൂസിയം. ആ കാണുന്നതാണ് മ്യൂസിയം. ആ ഒരു ഗ്ലാസ് ഉണ്ടല്ലേ, അവിടെയാണ് ഷൂട്ട് പോയിന്റ്.
ഇതിലാണ് ഞാൻ നടന്നു വന്നത്. സുവനീർ ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടും. അപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഇന്ദിരാഗാന്ധി മ്യൂസിയം ഒക്കെ ഒന്ന് കാണണം. ഇവിടെ ഗാന്ധിജി മ്യൂസിയം ഉണ്ട് വേറെ, അതും കാണണം. അപ്പം നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് പുറത്തിറക്കണം. അപ്പം നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.